നമസ്കാരം. ഇന്ന് പൗർണമിയാണ്. ഇന്ന് നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഓറയുടെ പവർ കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു മെഡിറ്റേഷനെ കുറിച്ച് പറയുവാനാണ് വന്നിട്ടുള്ളത്. പല ഇതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും കുറച്ചൊരു 3-4 പ്രാവശ്യം കൊണ്ട് വീഡിയോ ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ കഴിയാത്തൊരവസ്ഥ. കാരണം പീരീഡ് 9 പുതിയ വർഷം പിറന്നിരിക്കുകയാണ്. അപ്പം പല വീടുകളിലും ആ വീട്ടിലെ കറക്ഷനൊക്കെ ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ടൈം കിട്ടാത്തത് കൊണ്ടാണ് വീഡിയോ ഇടാത്തത്. എന്നാലും ഇന്നത്തെ ഈ പൗർണമിയുടെ ഓറ ക്ലൻസിങ്ങിൻ്റെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞാൽ പല ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷു ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷം ആണ് പൗർണമി ആരംഭിക്കുന്നത്. നാളെ രാവിലെ വരെ പൗർണമിയുടെ ഇതുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ രാവിലെയോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെഡിറ്റേഷൻ്റെ കാര്യമാണെന്ന് പറഞ്ഞു തരുന്നത്. നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റത്തക്ക രീതിയിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഇരിക്കുക. വീടിൻ്റെ പുറത്ത് ചന്ദ്രനെ നല്ല രീതിയിൽ ഉദിച്ചു വരുന്ന ചന്ദ്രനെയാണ് കാണാൻ ഏറ്റവും ബെറ്റർ. നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരിടത്ത് ഇരിക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരു പ്രാണായാമം ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുണ്ട്. പ്രാണായാമം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വസനമുദ്ര പിടിച്ചതിന് ശേഷം, പുരുഷന്മാരാണെങ്കിൽ വലത് മൂക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, ഉള്ളിൽ നിർത്തുക, തിരിച്ച് വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. അങ്ങനെ 21 പ്രാവശ്യം മിനിമം നമുക്ക് ചെയ്യണം. കണ്ണടച്ചുകൊണ്ട് സ്വസ്ഥമായിട്ടിരുന്നു കൊണ്ട് ആ പ്രാണായാമം ചെയ്യുക. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വലത് മൂക്കിലൂടെ ശ്വാസം വിടുക. സ്ത്രീകളാണെങ്കിൽ വലത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇടത് മൂക്കിലൂടെ ശ്വാസം വിടുക. അപ്പോൾ ഈ 2 വ്യത്യാസമുണ്ട്. നമ്മുടെ ഈ ശ്വസനക്രിയ എന്ന് വെച്ചാൽ നമ്മുടെ പിംഗള നാഡികളെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഏറ്റവും പവർഫുള്ളാണ് ഈ ഒരു മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷൻ നമ്മൾ എടുത്തതിന് ശേഷം പതിയെ കണ്ണ് തുറന്നുകൊണ്ട് നമ്മൾ ചന്ദ്രനെ നോക്കുക. ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ട് നോക്കുക. കാരണം ചന്ദ്രന് നമ്മൾ അത്രത്തോളം ശ്രദ്ധിച്ച് ചന്ദ്രനെ കണ്ണ് മവട്ടാതെ നോക്കിയിരിക്കുമ്പോൾ 2 മിനിറ്റോ 3 മിനിറ്റ് പറ്റുള്ളൂ അങ്ങനെ നോക്കാൻ. ഞങ്ങളൊക്കെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഞങ്ങൾ നോക്കാറുണ്ട്. അപ്പോൾ ചന്ദ്രനെ ഈ മവട്ടാതെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അതിനകത്ത് പല പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. അത്രയും പവർഫുള്ളാണ്. അപ്പോൾ ആ ചന്ദ്രനെ കുറച്ച് നേരം നോക്കിയിരുന്നതിന് ശേഷം കണ്ണങ്ങ് അടയ്ക്കുക. അടച്ചതിന് ശേഷം നമ്മുടെ നോർമലി ഉള്ള ശ്വാസത്തെ, മീൻസ് നമ്മുടെ നോർമലി നമ്മൾ വിടുന്ന ആ ശ്വാസത്തെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതായത് ശ്രദ്ധ കംപ്ലീറ്റ് മൂക്കിൻ്റെ തുമ്പത്ത്, ഈ തുമ്പല്ല, ഉള്ളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ശ്വാസഗതി എപ്പോഴും ഒരു മൂക്കിലൂടെ അല്ല ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നതും, ആ ശ്വാസഗതിയെ നമ്മളൊന്ന് കാണാൻ ശ്രമിക്കുക. കണ്ണടച്ചുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക. ആ ശ്വാസം പോകുന്നതും വരുന്നതും ഇങ്ങനെ ശ്രദ്ധിച്ച് കണ്ടുകൊണ്ട് കുറച്ച് നേരം ഇരിക്കുക. എന്നതിന് ശേഷം കണ്ണ് തുറന്നതിന് ശേഷം നമ്മൾ പറയുക. 2 കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, പണം എന്നിലേക്ക് ഒഴുകി വരുന്നു. പറയണം, പണം എന്നിലേക്ക് ഒഴുകി വരുന്നു, പണം എന്നിലേക്ക് ഒഴുകി വരുന്നു. 3 പ്രാവശ്യം പറയുക. ഞാൻ പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ 3 പ്രാവശ്യം പറയുക. ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസ്സുമുള്ളവനുമാകുന്നു. അതും 3 പ്രാവശ്യം പറയാം. ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസ്സുമുള്ളവനുമാകുന്നു. പണം എന്നിലേക്ക് ഒഴുകി വരുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസ്സുമുള്ളവനാകുന്നു. ഞാൻ പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ കവചത്തിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് കൈ കമഴ്ത്തി ഭൂമിയിലോട്ട് ഇങ്ങനെ പിടിച്ചിട്ട്, ഇത് പ്രപഞ്ച സത്യമാകുന്നു, ഇത് പ്രപഞ്ച സത്യമാകുന്നു, ഇത് പ്രപഞ്ച സത്യമാകുന്നു. ഇങ്ങനെ 3 പ്രാവശ്യം പറയാം. എല്ലാം കൂടെ നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് ചെയ്യേണ്ടതേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് ഇന്ന് നൈറ്റ് നമുക്ക് എത്ര മണി വരെ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന് രാത്രി ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നാളെ മോർണിംഗിൽ പടിഞ്ഞാറോട്ട് നോക്കി നിന്ന് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ന് വിളിച്ചാൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പം പൗർണമിയുടെ അന്ന് നമുക്ക് ചെയ്യുന്ന ഈ ത്രാടകം വളരെ പവർഫുള്ളാണ്. അടുത്ത പൗർണമി വരെ നമ്മുടെ ഓറയിൽ മറ്റൊന്നും ഏൽക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ ഓറ അത്രത്തോളം ക്ലെൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. പിന്നെ ഞാൻ ഇന്ന് കോഡ് കട്ടിങ്ങിൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ 4-5 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ കോഡ് കട്ടിങ്ങിൻ്റെ ക്ലാസ് ഇന്ന് നമ്മൾ ഉച്ച മുതൽ ആരംഭിക്കും. ഇന്ന് നൈറ്റാണ് കോഡ് കട്ട് ചെയ്യുന്നത്. ഇന്ന് കോഡ് കട്ട് ചെയ്ത് നാളെ ഉച്ച വരെ ആ ക്ലാസ് നമുക്ക് നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ
കോഡ് കട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓറയിൽ നിന്ന് വരുന്ന ഒരു കോഡ് കണക്ഷൻസ് ഉണ്ട്. ഐദറി കോഡ് കണക്ഷൻസ് എന്ന് പറയും. അത് നമ്മളത് എപ്പോഴും അറിയപ്പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെന്തെങ്കിലും ഒരു നമ്മളെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും നമ്മളെ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഇന്നൊരു പ്രശ്നമുണ്ട് ചേട്ടാ, എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളൊരു നോർമലി എല്ലാവരും പറഞ്ഞു കൊടുക്കാറുണ്ട്, നീ ഇന്നത് ചെയ്യുമോ അല്ലെങ്കിൽ ഇന്ന ക്ഷേത്രത്തിൽ പോകുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നോർമലി അത് അവർക്ക് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് പ്രശ്നങ്ങൾ മാറും. ഇതെന്തുകൊണ്ടാണ് മാറുന്നത്? നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം എനർജൈസ് വെച്ചിരിക്കുന്ന ആ എനർജി ഈ പറയുന്ന ആളുമായിട്ടൊരു കോഡ് കണക്ഷൻ ഉണ്ടാവും. ആ കോഡ് വഴി അത് ലോസായിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള കോഡുകൾ നമ്മളെ മുജ്ജന്മത്തിലുള്ള കോഡുകൾ വരെ ആൾക്കാരുടെ ശരീരത്തിൽ കണക്ട് ചെയ്തിരിക്കും. നമ്മുടെ ഓറയിൽ നിന്ന് മറ്റൊരാളുടെ ഓറയിലോട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഈ കണക്ഷൻ കട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി പോലും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ ഓറ ലെവലിൽ നിന്ന് നമ്മൾ എനർജൈസ് ചെയ്യുന്ന കംപ്ലീറ്റ് ലോസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കോഡ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്? അത് പൗർണമിയുടെ അന്ന് രാത്രിയാണ് നമ്മൾ ആ കോഡ് കട്ട് ചെയ്യേണ്ടത്. അഗ്നിഹോത്ര ചെയ്ത് വെച്ചിട്ട് അഗ്നിഹോത്രയുടെ മുന്നിലിരുന്നു കൊണ്ടാണ് നമുക്ക് കോഡ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് ഞങ്ങൾ ആ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പൗർണമിക്കും കോഡ് കട്ടിങ്ങിൻ്റെ ക്ലാസ് ഇവിടെ ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർ 2 ഡേയും 1 നൈറ്റുമാണ് ഇത് വരുന്നത്. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവരെന്ന് വിളിച്ചോളൂ. അതേപോലെ തന്നെ നമുക്ക് പല ക്ലാസ്സുകളും ഓറയിൽ ക്ലെൻസ് ചെയ്യാനുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ യോഗ ക്ലാസ് എടുക്കുന്നുണ്ട്, മെഡിറ്റേഷൻ്റെ സെപ്പറേറ്റ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഇതെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പഠിക്കുന്ന താല്പര്യമുള്ളവർക്ക് വിളിച്ചോളൂ കേട്ടോ. എന്തായിരുന്നാലും നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷനും അഡ്രസ്സൊക്കെ ഒന്ന് വാട്സപ്പ് ചെയ്യും. വീടിന് ഇടിച്ചു നിരത്തുമൊക്കെ ഇടപാടുകളോ വരുത്താതെയാണ് നമ്മൾ വാസ്തു കറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ വീടിൻ്റെ എനർജി ലെവൽ നമുക്ക് സൂട്ടബിൾ ആവണമെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളും സക്സസ് ആവും. നമ്മുടെ വീടിൽ 4 ദിശകളും 4 കോണുകളുണ്ട്, ടോട്ടൽ 8 എണ്ണം. ഇതിൽ ഒരു വ്യക്തിക്ക് 4 സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ, 4 സ്ഥലങ്ങളിൽ നെഗറ്റീവ് എനർജി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗം എവിടെയാണ്, ആ ഭാഗത്ത് വേണം നമ്മുടെ ബെഡ്റൂം വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ തലവച്ച് കിടക്കേണ്ടത് അങ്ങോട്ട് വേണം, അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടത്, തിരിഞ്ഞിരുന്ന് ഓഫീസ് വർക്ക് ചെയ്യേണ്ടതൊക്കെ ആ പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഭാഗത്തോട്ടാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സക്സസ് ആവും. അത് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ 30 വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് ഈ ഫീൽഡിലുള്ളത്. അതുകൊണ്ടാണ് പറയാൻ കാരണം. അങ്ങനെ നമ്മുടെ വീട് നമുക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മാറിയാൽ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആവും. കാരണം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മൂഡാണ് അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഒരു അലസതയും മടിയൊക്കെ ഉണ്ടായാലോ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം എന്താ പറയുക, തടസ്സങ്ങളുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് നല്ലൊരു മൂഡിൽ എണീക്കണം. അതിന് നമുക്ക് സൂട്ടബിൾ ആവണം ആ റൂം നമുക്ക് സൂട്ടബിളായാലേ അങ്ങനെ എണീക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ സൂട്ടബിളാക്കി എടുക്കണം. ഇങ്ങനെ ചെയ്ത് മാറ്റിയെടുക്കുന്നതാണ് വീടിന് ഇടിച്ചു നിർത്തുമൊക്കെ ഇടപാടുകളോ ഒന്നും വരുത്താതെ ഫെങ്ഷയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ വാസ്തുദോഷം പരിഹരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നം പരിഹാരം ചെയ്തു തരാം. ഏതായിരുന്നാലും ഇന്ന് പൗർണമി ഇത്ര ആടകം നിങ്ങളെല്ലാവരും ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വിളിച്ചോളൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്കും നന്ദി, നമസ്കാരം.